നീണ്ട ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ആർട്ടമിസ് 1. മുൻ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായി ഉണ്ടായിരുന്ന ശീതയുദ്ധകാലത്ത് US പൗരന്മാർ ചന്ദ്രനിൽ പലതവണ ഇറങ്ങിയിരുന്നു. ഇതിനു മുൻപ് 1972 മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. 50 വർഷത്തിന് ശേഷം വീണ്ടും സമാനമായ ദൗത്യവുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ മുന്നോട്ട് പോകുമ്പോൾ ഒട്ടേറെ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ആ പരമ്പരയിലെ നിർണായക ദൗത്യ പരീക്ഷണമാണ് ആർട്ടമിസ് 1. ഒന്നിലധികം ഘട്ടങ്ങളായി നടത്തുന്ന ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായാണ് മനുഷ്യനെ നാസ ചന്ദ്രനിലേക്ക് അയക്കുന്നത്. എന്നാൽ ആർട്ടമിസിൻ്റെ ആദ്യ ദൗത്യത്തിൽ സഞ്ചാരികൾ ആരും ഉണ്ടാകില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ മനുഷ്യരൂപത്തിലുള്ള മോണിക്കിനുകൾ എന്ന ഡമ്മികളുമായാണ് സഞ്ചാരം. മൊഡ്യൂൾ സുരക്ഷിതമായി ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം തിരിച്ച് എത്തുന്നുണ്ടെന്നും സാങ്കേതിക ഭാഗങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാനാണ് സഞ്ചാരികളില്ലാത്ത ആദ്യ ദൗത്യം. കേപ്പ് കനാവറിലുള്ള വെഹിക്കിൾ അസംബ്ലി ബിൽഡിങ്ങിലാണ് വിക്ഷേപണ വാഹനം. ഇതിൽ ഘടിപ്പിച്ച ഓറിയോൺ ക്രൂ മൊഡ്യൂളാണ് ചാന്ദ്ര യാത്രികരുമായി ചന്ദ്രനിലിറങ്ങി 42 ദിവസത്തിന് ശേഷം തിരിച്ചെത്തുക. ഒക്ടോബർ 10 ആർട്ടമിസ് 1 തിരിച്ചെത്തിക്കാനാകുമെന്നാണ് നാസയുടെ കണക്കുകൂട്ടൽ. അവസാനഘട്ട പരിശോധനകൾ പൂർത്തിയായെന്നും വിക്ഷേപണ വാഹനം തയ്യാറാണെന്നും നാസ വിക്ഷേപണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു. പ്രധാന ഘട്ടത്തിലെ ഫ്ലൈറ്റ് ടെർമിനേഷൻ സിസ്റ്റം ഭാഗങ്ങളായിരുന്നു അവസാനം പരിശോധിക്കാനുണ്ടായിരുന്നത്. കൂടാതെ സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളുടെ ഫോർവേഡ് സ്കേർട്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഓറിയോൺ മൊഡ്യൂളിനെ ഈ റോക്കറ്റിൻ്റെ സഹായത്തോടെയായിരിക്കും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തിക്കുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ദൗത്യത്തിനുള്ള ക്രൂസ് സർവീസ് മൊഡ്യൂൾ തയ്യാറാക്കുന്നത്. റോക്കറ്റിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ സഹായത്തോടെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തുന്ന പേടകത്തെ റോക്കറ്റിൻ്റെ അടുത്ത ഘട്ടം ചന്ദ്രനിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന ട്രാൻസ് ലൂണാർ ഭ്രമണപഥത്തിലേക്ക് ഉയർത്തും. തുടർന്ന് ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തി ചന്ദ്രൻ്റെ ഭ്രമണപഥം ലക്ഷ്യമാക്കി നീങ്ങും. ഇതിനുശേഷം പേടകത്തിൻ്റെ പ്രൊപ്പല്ലറുകൾ പ്രവർത്തിപ്പിച്ച് ചന്ദ്രനിൽ നിന്ന് 70,000 കിലോമീറ്റർ അകലെ എത്തും. ഭൂമിയിൽ നിന്ന് 5 ലക്ഷത്തോളം കിലോമീറ്റർ അകലെയായിരിക്കും അപ്പോൾ പേടകത്തിൻ്റെ സ്ഥാനം. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഭൂമിയിൽ നിന്ന് ഇത്രയും അകലെ മനുഷ്യൻ എത്തുന്നത്. മടക്കയാത്രയിലും ചന്ദ്രനെ വലം വെച്ച ശേഷമായിരിക്കും ഓറിയോൺ പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് മടങ്ങുന്നതും തിരിച്ച് ഇറങ്ങുന്നതും. 98 മീറ്റർ ഉയരമാണ് റോക്കറ്റിനും ഓറിയോൺ ക്യാപ്സ്യൂളിനും കൂടിയുള്ളത്. ആദ്യഘട്ടം വിജയിച്ചാൽ 2025 മനുഷ്യനെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറക്കാനാണ് നാസയുടെ പദ്ധതി. നിർമ്മാണശാലയിൽ നിന്ന് 6.5 കിലോമീറ്റർ യാത്ര ചെയ്ത് SLS റോക്കറ്റും ഓറിയോൺ പേടകവും ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ നിലയത്തിലുള്ള ലോഞ്ച് കോംപ്ലക്സ് 39Bയിൽ എത്തിച്ചേർന്നു. 2022 ഓഗസ്റ്റ് 29 മുമ്പ് വിക്ഷേപണം നടത്താനാണ് പദ്ധതിയെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. 4 RS-25 എഞ്ചിനുകളിൽ നിന്നും 5 സെഗ്മെൻറ്റ് ബൂസ്റ്ററുകളിൽ നിന്നുമായി 39 ലക്ഷം കിലോഗ്രാമിൻ്റെ തള്ളലാണ്, അതായത് ത്രസ്റ്റ്, വിക്ഷേപണത്തിനിടെ സൃഷ്ടിക്കപ്പെടുക. വിക്ഷേപണം കഴിഞ്ഞാൽ ബൂസ്റ്ററുകൾ, സർവീസ് മൊഡ്യൂൾ, ലോഞ്ച് അബോർട്ട് സിസ്റ്റം എന്നിവ വേർപെടുകയും റോക്കറ്റിൻ്റെ പ്രധാന ഭാഗം പേടകത്തിൽ നിന്ന് വേർപെടുകയും ചെയ്യും. വിക്ഷേപണത്തിന് ശേഷം പേടകം ഭൂമിയെ ചുറ്റുകയും അതിൻ്റെ സൗരോർജ്ജ പാനലുകൾ വിന്യസിക്കുകയും ചെയ്യും. ശേഷം പേടകത്തിലെ ഇൻ്ററീം ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ്, അതായത് ICPS പ്രവർത്തിപ്പിച്ച് പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിലേക്ക് കുതിക്കാൻ സഹായിക്കും. വിക്ഷേപണം കഴിഞ്ഞ് 2 മണിക്കൂർ സമയത്തിന് ശേഷം ചന്ദ്രനിലേക്കുള്ള സഞ്ചാരപഥത്തിൽ വെച്ച് പേടകത്തിൽ നിന്ന് ICPS വേർപെടുത്തും. വേർപെട്ട് കഴിഞ്ഞയുടൻ ICPS ക്യൂബ് സാറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറു ഉപഗ്രഹങ്ങൾ ശൂന്യാകാശത്ത് വിന്യസിക്കപ്പെടും. ജീവനുള്ള പദാർത്ഥത്തിന് ശൂന്യാകാശത്തുള്ള റേഡിയേഷനിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കുന്നതിനായി ഈസ്റ്റ് വഹിച്ചുകൊണ്ടുള്ള ബയോ സെന്റിനൽ ഉപഗ്രഹവും ഇക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ വിവിധ ശാസ്ത്ര ഗവേഷണ പരീക്ഷണങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് ക്യൂബ് സാറ്റുകൾ.
ആർട്ടമിസിന്റെ ഭാഗമായ വനിതകൾ ജോസഫ് അഖാബ, മാത്യു ഡൊമിനിക്, വിക്ടർ ഗ്ലോവർ, വാറൻ ഹോബർഗ്, ജോണി കിം, ജെൽ ലിൻഗ്രെയിൻ, ഫ്രാങ്ക് റൂബിയോ, സ്കോട്ട് ടിങ്കിൾ എന്നിവരാണ് ആർട്ടമിസിന്റെ ഭാഗമായ മറ്റുള്ളവർ. എന്നാൽ ഇവർ മാത്രമായിരിക്കില്ല ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമാകുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെ മറ്റ് രാജ്യങ്ങളുടെ പങ്കാളിത്തം ആർട്ടമിസ് പദ്ധതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നാസ. അതിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികളും ആർട്ടമിസ് ടീമിൻ്റെ ഭാഗമായേക്കും. ഇനി ശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ സജീവമാകുന്നത് ആർട്ടമിസ് 1 പിന്നാലെ. ആ കാലത്തിനായി നമുക്കും കാത്തിരിക്കാം.